നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. നമ്പർ 10 ഡൌണിംഗ് സ്ട്രീറ്റിലേക്കുള്ള യാത്രയിൽ ആന്റി ബേണം ഒരു ചുവട് കൂടി മുന്നേറിയിരിക്കുകയാണ്. രാജിവെച്ച സർക്കാർ സ്റ്റാമറിന് പകരമായി മഹാഭൂരിപക്ഷം ലേബർ എംപിമാരും അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതോടെ ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയായി ബേണം എത്തുമെന്ന് ഉറപ്പായി. രാജിവെച്ച സർക്കാർ സ്റ്റാമറിന് പകരമായി മഹാഭൂരിപക്ഷം ലേബർ എംപിമാരും ആന്റി ബേണം ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയായി എത്തുമെന്ന് ഉറപ്പായി. നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ 322 എംപിമാരാണ് ബേണമിനെ പിന്തുണച്ചെത്തിയത്. ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആരംഭിച്ചത്. ഇതുവരെ ആന്റി ബേണം മാത്രമാണ് മത്സരത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനിയൊരു എതിരാളി വരികയാണെങ്കിൽ ബേണമിന് 323 എംപിമാരുടെ പിന്തുണ നേരിടേണ്ടി വരും. അതായത് ഇപ്പോൾ പിന്തുണച്ചവരെ കൂടാതെ ഒരു എംപിയുടെ പിന്തുണ കൂടി ലഭിച്ചാൽ മതി എന്നർത്ഥം. വ്യാഴാഴ്ച വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ചില എംപിമാർ കൂടി തങ്ങൾ ബേണമിനെയാണ് പാർലമെന്റിൽ പിന്തുണയ്ക്കുക എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ആന്റി ബേണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുന്നതിന് ഇനി ചില ഔപചാരികതകൾ പൂർത്തിയാക്കുക മാത്രമേ വേണ്ടൂ എന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. മറ്റാരും മത്സരരംഗത്തേക്ക് എത്തിയില്ലെങ്കിൽ ജൂലൈ 20-ന് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കും. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാത്രം ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചെത്തിയ പ്രധാനമന്ത്രിയായി അദ്ദേഹം ചരിത്രം കുറിക്കുകയും ചെയ്യും. തന്നെ നാമനിർദ്ദേശം ചെയ്തതിന് ആന്റി ബേണം പാർട്ടി എംപിമാരോട് നന്ദി രേഖപ്പെടുത്തി. പാർട്ടിയുടെ വ്യത്യസ്ത കോണുകളിൽ നിന്നും തനിക്ക് പിന്തുണ എത്തിയെന്നും ബ്രിട്ടൻ ഒരു പുതിയ രാഷ്ട്രീയ സമീപനം ആവശ്യമാണെന്നും ജനങ്ങൾ ചിന്തിക്കുന്നു എന്നതിന്റെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ദേശിച്ചുള്ള സാമ്പത്തിക നയം, രാജ്യത്തെ വ്യാപകമായുള്ള സാമ്പത്തിക വളർച്ച എന്നിവയാണ് താൻ വാഗ്ദാനം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് മാസത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ദയനീയ പരാജയവും മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേണം നേടിയ ഉജ്ജ്വല വിജയവുമാണ് സ്ഥാനമൊഴിയാനുള്ള പാർട്ടി എംപിമാരുടെ ആവശ്യം അംഗീകരിക്കാൻ സ്റ്റാമറെ നിർബന്ധിതനാക്കിയത്. വരുന്ന ബുധനാഴ്ച വരെയാണ് പാർട്ടി നേതൃസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധിക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് 81 ലേബർ എംപിമാരുടെ പിന്തുണ ആവശ്യമാണ്. 323 നോമിനേഷനുകൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കും അടുത്ത പ്രധാനമന്ത്രിയാവുക. അതിനു പുറമെ അടുത്തയാഴ്ച 31 സോഷ്യലിസ്റ്റ് സൊസൈറ്റികളിൽ നിന്നും പാർട്ടിയിൽ അഫിലിയേറ്റ് ചെയ്ത ട്രേഡ് യൂണിയനുകളിൽ നിന്നും നാമനിർദ്ദേശം ലഭിക്കേണ്ടതായുണ്ട്. ബേണമിനെ സംബന്ധിച്ച് ഇത് കേവലം ഒരു ഔപചാരികത മാത്രമായിരിക്കും. നേരത്തെ പാർട്ടി നേതൃത്വ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പ്രതിരോധ മന്ത്രി അൽ കാൺസ് മത്സരിക്കില്ലെന്ന് ബുധനാഴ്ച പ്രഖ്യാപിച്ചതോടെ ബേണം അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി. ആന്റി ബേൺഹാം കളത്തിലിറങ്ങിയതോടെ ഇമേജ് വീണ്ടെടുത്ത് ലേബർ പാർട്ടി. ഇതോടെ ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് നിഗൽ ഫരാജിന്റെ റിഫോം UKക്കാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു മെഗാ അഭിപ്രായ സർവേയിൽ ഫരാജിന്റെ റിഫോം UKക്ക് 3-ാം സ്ഥാനത്തെത്തുവാനേ കഴിഞ്ഞുള്ളൂ. ഇലക്ട്രൽ കാൽക്കുലേഷൻ പുറത്തുവിട്ട സർവേ ഫലം വിരൽ ചൂണ്ടുന്നത് ബേണമിന്റെ കുതിച്ചു ചാട്ടമാണ്. നേതൃമാറ്റം ഉറപ്പായതോടെ ഇമേജ് വീണ്ടെടുത്ത് ലേബർ പാർട്ടി സർവേയിലും മുന്നിലെന്ന റിപ്പോർട്ട്. മാത്രമല്ല, ഇപ്പോൾ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഏറ്റവും അധികം സീറ്റുകൾ ലഭിക്കുക ലേബർ പാർട്ടി ആയിരിക്കുമെന്ന് അത് പറയുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടന്നാൽ ലേബർ പാർട്ടിക്ക് 217 സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. 151 സീറ്റുകളോടെ കൺസർവേറ്റീവ് പാർട്ടി 2-ാം സ്ഥാനത്തെത്തുമ്പോൾ 127 സീറ്റുകളുമായി റിഫോം UK 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായി വരും. ഗോൾഡ് സ്റ്റാൻഡേർഡ് MRP രീതി അനുസരിച്ച് തന്ത്രപരമായ വോട്ടിംഗ് കണക്കിലെടുത്ത് തയ്യാറാക്കിയ സർവേ ഫലത്തിൽ നേരത്തെ മുന്നിലുണ്ടായിരുന്ന റിഫോം UKക്ക് വലിയ തിരിച്ചടിയാണ് പ്രവചിക്കുന്നത്. ഇതാദ്യമായി തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള റീസ്റ്റോർ ബ്രിട്ടനെ സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിഫോമിന്റെ വോട്ടുകളിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള കടന്നുകയറ്റം തന്നെയാണ് റീസ്റ്റോർ നടത്തുന്നത് എന്നാണ് സർവേയിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നാൽ റീസ്റ്റോറിന് കേവലം ഒരു MP മാത്രമേ ജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്ത് പോലും എത്താനാവില്ല എന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് ലേബർ, ലിബറൽ ഡെമോക്രാറ്റുകൾ, ഗ്രീൻ പാർട്ടി എന്നിവ ചേർന്ന് നൽകുന്ന ഒരു മഴവിൽ സഖ്യത്തിനാണ്. പുതിയ സർവേയിൽ പറയുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 30 MPമാരെ മാത്രം ലഭിച്ച ഗ്രീൻ പാർട്ടിക്ക് ഇത്തവണ വൻ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ്. മുന്നണി ഭരണം എത്തുന്നതോടെ സ്കോട്ടിഷ് റഫറൻഡം, ആനുപാതിക പ്രാതിനിധ്യ രീതിയിലുള്ള വോട്ടിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ സഖ്യകക്ഷികൾ ബലം പിടിക്കുവാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ജനപിന്തുണയുടെ കാര്യത്തിൽ ലേബർ പാർട്ടിയും റിഫോം UKയും 22 പോയിന്റുകൾ വീതം നേടി 1-ാം സ്ഥാനത്തുണ്ട്. 20 പോയിന്റുകളുമായി കൺസർവേറ്റീവ് പാർട്ടി 3-ാം സ്ഥാനത്താണ്. ലിബറൽ ഡെമോക്രാറ്റുകൾ 11 പോയിന്റുകൾ നേടിയപ്പോൾ ഗ്രീൻ പാർട്ടിക്ക് 10 പോയിന്റും റീസ്റ്റോർ ബ്രിട്ടന് 7 പോയിന്റും ലഭിച്ചു. കെയർ സ്റ്റാമറുടെ രാജ്യപ്രഖ്യാപനത്തിന് ശേഷം ജൂൺ 23 മുതൽ 30 വരെയായിരുന്നു ഈ സർവേക്കായുള്ള ഫീൽഡ് വർക്കുകൾ നടന്നത്. ബ്രിട്ടനിൽ വില കൂടിയ വീടുകൾക്ക് ഏർപ്പെടുത്തുന്ന ഹൈ വാല്യൂ കൗൺസിൽ ടാക്സ് സർചാർജ് കൂടുതൽ വ്യാപിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ലക്ഷക്കണക്കിന് വീട്ടുടമകളെ ആശങ്കയിലാക്കും.
പുതിയ നിർദ്ദേശങ്ങൾ നടപ്പായാൽ നിലവിൽ നികുതി പരിധിക്ക് പുറത്തുള്ള നിരവധി മധ്യവർഗ കുടുംബങ്ങൾക്കും അധിക നികുതിയുടെ പരിധിയിലാകും. കഴിഞ്ഞ നവംബറിൽ ധനമന്ത്രി റിച്ചർഡ് റീവ്സ് ഇംഗ്ലണ്ടിൽ 20 ലക്ഷം പൗണ്ടിന് മുകളിലുള്ള വീടുകൾക്ക് 2028 ഏപ്രിൽ മുതൽ അധിക കൗൺസിൽ ടാക്സ് സർചാർജ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന ആൻഡി ബെൻഹാം ഈ നികുതി കൂടുതൽ വ്യാപിപ്പിച്ച് 15 ലക്ഷം പൗണ്ട് വിലയുള്ള വീടുകളെയും പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന ആൻഡി ബെൻഹാം ഇംഗ്ലണ്ടിൽ വീടുകൾക്ക് നികുതി കൂടുതൽ വ്യാപിപ്പിക്കുന്ന നടപടിയിൽ 15 ലക്ഷം പൗണ്ട് വിലയുള്ള വീടുകളെയും പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ട്. നികുതി വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് പുതിയ പരിധി നിലവിൽ വന്നാൽ നികുതി ബാധകമാകുന്ന വീടുകളുടെ എണ്ണം ഏകദേശം 1.27 ലക്ഷത്തിൽ നിന്നും 2.43 ലക്ഷമായി ഉയരും. ഇതോടെ ലക്ഷത്തിലധികം പുതിയ വീടുകൾ കൂടി അധിക നികുതിക്ക് വിധേയമാകും. പ്രത്യേകിച്ച് ലണ്ടനും സമീപ പ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങളെയാണ് ഈ നീക്കം കൂടുതൽ ബാധിക്കുക. ചില പ്രദേശങ്ങൾ 4 ബെഡ്റൂം കുടുംബ വീടുകളുടെ സാധാരണ വിപണി വില തന്നെ 15 ലക്ഷം പൗണ്ടിന് മുകളിലായതിനാൽ ആഡംബര മാളികകളല്ലാത്ത വീടുകളുടെ ഉടമകളും നികുതി പരിധിയിലാകുമെന്നും വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇടത്തരക്കാരായ കുടുംബങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്ന വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. നിലവിലെ കൗൺസിൽ ടാക്സ് സംവിധാനത്തിന് പകരമായി ഭൂമിയുടെ മൂല്യത്തെ അടിസ്ഥാനമാക്കി പുതിയ ലെവി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം. തെക്കൻ ഇംഗ്ലണ്ടിൽ ഭൂമിയുടെ വില രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായതിനാൽ ഈ മേഖലയിൽ താമസിക്കുന്നവർക്ക് ഇരട്ട സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. പുതിയ 1.5 മില്യൺ പൗണ്ടിന്റെ പരിധി നിലവിൽ വന്നാൽ ലണ്ടനിലെ ചില പ്രദേശങ്ങളിൽ സാധാരണ 4 ബെഡ്റൂം കുടുംബ വീടുകൾ പോലും അധിക നികുതിക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. 2028 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കരുതുന്ന സ്വത്ത് നികുതി പദ്ധതിയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് സർക്കാർ ഇതുവരെയും അന്തിമ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്നാൽ ക്ഷേമ പദ്ധതികൾക്കുള്ള ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന മൂല്യമുള്ള സ്വത്തുക്കൾക്ക് കൂടുതൽ നികുതി ചുമത്തേണ്ടി വരും എന്നാണ് സർക്കാർ കരുതുന്നത്. ഹോം ഓഫീസിന്റെ പുതിയ PR നിയമത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന കുടിയേറ്റക്കാർക്ക് ഇളവുകൾ ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ബ്രിട്ടനിൽ സ്ഥിര താമസമാക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള യോഗ്യത നേടുന്നതിന് ബ്രിട്ടനിൽ ഉണ്ടായിരിക്കേണ്ട കാലയളവ് ഇരട്ടിപ്പിക്കുമ്പോൾ പങ്കാളികൾക്കും വൃദ്ധർക്കും ഇളവ് ലഭിക്കുമെന്ന സൂചന പുറത്ത്. ഹോം ഓഫീസിന്റെ പുതിയ PR നിയമത്തിൽ പങ്കാളികൾക്കും വൃദ്ധർക്കും ഇളവ് ലഭിക്കുമെന്ന റിപ്പോർട്ട്. അതിനോടൊപ്പം തന്നെ കുടുംബ വരുമാനവും വ്യക്തികളുടെ വരുമാനവും ഒപ്പം സ്ഥിര താമസത്തിനുള്ള അനുമതി നൽകാതിരിക്കുന്നത് കുട്ടികളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്നതും ഇക്കാര്യത്തിൽ പരിഗണിക്കുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്നതിനുള്ള കാലയളവ് 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കിയത് ഏറെ വിമർശനങ്ങൾ നേരിട്ട നടപടിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ ലഭിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ചിട്ട് ആവശ്യമായ നീക്കുപോക്കുകൾക്ക് തയ്യാറാകും എന്നാണ് പ്രഭുസഭയിലെ ജസ്റ്റ് ആൻഡ് ഹോം അഫയേഴ്സ് കമ്മിറ്റിക്ക് മുൻപാകെ ഹോം സെക്രട്ടറി പറഞ്ഞത്. മുൻകാല പ്രാബല്യത്തോടെ തന്നെ പുതിയ നിയമം നടപ്പാക്കുമെന്നും അതിൽ ചില വിഭാഗങ്ങൾ പെടുന്നവർക്ക് ഇളവുകൾ ലഭിച്ചേക്കും എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇന്ത്യയും UK-യും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സ്കോച്ച് വിസ്കി, ജിൻ തുടങ്ങിയ വിദേശ മദ്യങ്ങളുടെ വിലയിൽ കുറവുണ്ടാകാൻ സാധ്യത. കരാറിന്റെ ഭാഗമായി നിലവിൽ 150% ഇറക്കുമതി തീരുവ ആദ്യഘട്ടത്തിൽ 75% കുറയും. ഇന്ത്യയും UK-യും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ കരാറിന്റെ ഭാഗമായി നിലവിൽ 150% സ്കോച്ച് വിസ്കി, ജിൻ തുടങ്ങിയ വിദേശ മദ്യങ്ങളുടെ ഇറക്കുമതി തീരുവ ആദ്യഘട്ടത്തിൽ 75% കുറയും. തുടർന്ന് 10 വർഷത്തിനുള്ളിൽ ഇത് 40% താഴ്ത്താനാണ് തീരുമാനം. എന്നാൽ തീരുവ പകുതിയായി കുറയുന്നു എന്നതിനാൽ മദ്യവിലയും അതേ തോതിൽ ഉടൻ കുറയുമെന്ന പ്രതീക്ഷ വേണ്ട എന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ഉപഭോക്താവ് കടയിൽ നൽകുന്ന അന്തിമ വിലയിൽ ഇറക്കുമതി തീരുവ ഒരു ഘടകം മാത്രമാണ്. സംസ്ഥാന എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, വിതരണ വ്യാപാര ലാഭവിഹിതം, ഗതാഗതം, പാക്കേജിംഗ്, മാർക്കറ്റിംഗ് ചെലവുകൾ എന്നിവയും വില നിയന്ത്രണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ വിലക്കുറവ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിരിക്കും. ആദ്യഘട്ടത്തിൽ സ്കോച്ച് വിസ്കികളുടെ വിലയിൽ ഏകദേശം 5 മുതൽ 10% വരെ കുറവുണ്ടാകാം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നികുതി കൂടുതലുള്ള മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ കുറവ് ഏകദേശം 5% ഒതുങ്ങാൻ സാധ്യതയുള്ളപ്പോൾ നികുതി കുറവുള്ള ചില സംസ്ഥാനങ്ങൾ വിലക്കുറവ് കൂടുതൽ ലഭിക്കാനും സാധ്യതയുണ്ട്. സ്കോട്ട്ലൻഡിൽ തന്നെ നിർമ്മിച്ച് ലേബൽ ചെയ്ത് കുപ്പിയിലാക്കി ഇന്ത്യയിലേക്ക് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ബോട്ടിൽഡ് ഇൻ ഒറിജിനൽ സ്കോച്ച് വിസ്കികൾക്കാണ് വിലക്കുറവിന്റെ കൂടുതൽ നേട്ടം ലഭിക്കാൻ സാധ്യത. അതേസമയം ബൾക്കായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇവിടെ കുപ്പിയിലാക്കുന്ന മദ്യങ്ങൾക്ക് വലിയ മാറ്റം ഉടൻ ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. 750 ml
ജോണി വാക്കർ ബ്ലാക്ക് ലേബൽ 12 ഇയർ, ഷിവാസ് ലീഗൽ 12 ഇയർ തുടങ്ങിയ ബ്രാൻഡുകളുടെ വില 5 മുതൽ 10% വരെ കുറഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ഒരു കുപ്പിക്ക് ഏതാനും 100 രൂപ വരെ ലാഭിക്കാനാകും. എങ്കിലും പഴയ സ്റ്റോക്കുകൾ വിറ്റുതീരുകയും പുതിയ വില സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിനു ശേഷമേ യഥാർത്ഥ വിലക്കുറവ് വിപണിയിൽ പ്രകടമാകൂ. ഇതിന് 6 മാസം മുതൽ 1 വർഷം വരെ സമയമെടുക്കാം എന്നാണ് വിലയിരുത്തൽ. UK-യിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗ പ്രേമികളുടെ പോക്കറ്റ് കീറുന്ന കാലം കഴിയുന്നു. അമിത ബില്ലുകൾ ഈടാക്കി മൃഗങ്ങളുടെ ഉടമകളെ പിഴിഞ്ഞിരുന്ന വെറ്റിനറി ക്ലിനിക്കുകളുടെ കൊള്ളയ്ക്ക് പൂട്ടിടാൻ ഒരുങ്ങുകയാണ് UK സർക്കാർ. ചികിത്സാ ചെലവ് കുറയ്ക്കുവാനും സുതാര്യത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് വെറ്റിനറി മേഖലയിൽ സർക്കാർ വൻ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവരുന്നത്. UK-യിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗ പ്രേമികളുടെ കയ്യിൽ നിന്നും അമിത ബില്ലുകൾ ഈടാക്കിയ മൃഗങ്ങളുടെ ഉടമകളെ പിഴിഞ്ഞിരുന്ന വെറ്റിനറി ക്ലിനിക്കുകളുടെ കൊള്ളയ്ക്ക് പൂട്ടിടാൻ ഒരുങ്ങുകയാണ് UK സർക്കാർ. പുതിയ നിയമം അനുസരിച്ച് മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ നിരക്ക് പരമാവധി 21 പൗണ്ടായി നിജപ്പെടുത്തിയേക്കും. കൂടാതെ GP ക്ലിനിക്കുകൾക്ക് സമാനമായി എല്ലാ വെറ്റിനറി ക്ലിനിക്കുകൾക്കും ഇനി മുതൽ ഔദ്യോഗിക പ്രവർത്തന ലൈസൻസ് നിർബന്ധമാകും. മേഖലയുടെ മേൽനോട്ടത്തിന് പരിശോധനാ ചുമതലകളുള്ള ഒരു സ്വതന്ത്ര റെഗുലേറ്ററെ നിയമിക്കുവാനും പദ്ധതിയുണ്ട്. ക്ലിനിക്കുകളിലെ പരിശോധനകൾ, നിയമപാലന റിപ്പോർട്ടുകൾ എന്നിവ ഈ സമിതിയുടെ കീഴിലാകും. ചികിത്സാ നിരക്കുകളുടെ പട്ടിക പൊതുജനങ്ങൾക്കായി പ്രസിദ്ധീകരിക്കുന്നത് നിർബന്ധമാക്കും. കൂടാതെ ക്ലിനിക്കുകളുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശ പരസ്യപ്പെടുത്തുവാനും സർക്കാർ പുറത്തിറക്കിയ വൈറ്റ് പേപ്പർ നിർദ്ദേശമുണ്ട്. നിലവിൽ UK-യിലെ 60% ക്ലിനിക്കുകളും 6 വൻകിട കുത്തക ഗ്രൂപ്പുകളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ കുത്തകവൽക്കരണം മൂലം മത്സരം കുറയുകയും ചികിത്സാ ചെലവ് അമിതമായി വർദ്ധിക്കുകയും ചെയ്തതായും കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി കണ്ടെത്തിയിരുന്നു. 2024 മാത്രം 6.7 ബില്യൺ പൗണ്ടാണ് UK-യിലെ ജനങ്ങൾ മൃഗചികിത്സയ്ക്കായി ചെലവഴിച്ചത്. ഉടമകൾക്ക് അപ്രതീക്ഷിതമായി വരുന്ന വലിയ ബില്ലുകൾ ഒഴിവാക്കുവാനും 60 വർഷം പഴക്കമുള്ള നിയമങ്ങൾ പരിഷ്കരിക്കാനുമാണ് ഈ നടപടിയെന്ന് പരിസ്ഥിതി സെക്രട്ടറി MR റെയ്നോൾഡ് വ്യക്തമാക്കി. ഇംഗ്ലണ്ടിൽ സാധാരണ ആശുപത്രി ചികിത്സകൾക്കായുള്ള NHS കാത്തിരിപ്പ് പട്ടിക തുടർച്ചയായ 2ാം മാസവും ഉയർന്നതായി പുതിയ കണക്ക്. മെയ് അവസാനത്തോടെ ഏകദേശം 72.8 ലക്ഷം ചികിത്സകൾക്ക് നടത്താനായി കാത്തിരിക്കുകയാണെന്ന് NHS കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇംഗ്ലണ്ടിൽ സാധാരണ ആശുപത്രി ചികിത്സകൾക്കായുള്ള NHS കാത്തിരിപ്പ് പട്ടിക തുടർച്ചയായ 2ാം മാസവും ഉയർന്നു എന്ന റിപ്പോർട്ട്. മെയ് അവസാനത്തോടെ ചികിത്സകൾ നടത്താനായി കാത്തിരിക്കുന്നത് ഏകദേശം 72.8 ലക്ഷം പേരെന്ന് കണക്കുകൾ. ഇതുമായി ബന്ധപ്പെട്ട് 61.6 ലക്ഷം രോഗികളാണ് ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഏപ്രിൽ അവസാനത്തോടെ 72.2 ലക്ഷം ചികിത്സകളും 61.1 ലക്ഷം രോഗികളും കാത്തിരിപ്പ് പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ മെയ് അവസാന മാസത്തോടെ ചികിത്സകളുടെ എണ്ണം 60,000-ഓളം കൂടി ഉയർന്നപ്പോൾ കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം 50,000-ഓളം വർദ്ധിച്ചു. ഇതോടെ ഇംഗ്ലണ്ടിലെ ആശുപത്രിയിലെ കാത്തിരിപ്പ് പട്ടിക 2025 ഡിസംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. സാധാരണ ശസ്ത്രക്രിയകൾ, പരിശോധനകൾ, മറ്റ് ആശുപത്രി ചികിത്സകൾ എന്നിവയ്ക്കായി നീണ്ടുനിൽക്കുന്ന കാത്തിരിപ്പ് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കുമെന്നും സർക്കാർ ആവർത്തിച്ച് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും പുതിയ കണക്കുകൾ NHSന് മുന്നിലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ സമ്മർദ്ദം തുടരുന്നതായി കാണിക്കുന്നു. ബെഡ്ഫോർഡിലെ ഗ്രാറ്റ് ഡെൻഹാമിൽ ഒരു വീട്ടിനുള്ളിൽ സ്ത്രീയെയും 2 പെൺമക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റവാളിയെന്ന് സംശയിക്കുന്ന യുവാവിനായി പോലീസ് പൊതുജനങ്ങളുടെ സഹായം തേടി. ബെഡ്ഫോർഡ് സ്വദേശിയെ മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന 45 വയസ്സുകാരനെന്ന എൻഡോഡാന മക്മെനിഷുമയുടെ CCTV ദൃശ്യം പുറത്തുവിട്ടാണ് ബെഡ്ഫോർഡ്ഷെയർ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. ബെഡ്ഫോർഡിലെ ഗ്രാറ്റ് ഡെൻഹാമിൽ ഒരു വീട്ടിനുള്ളിൽ സ്ത്രീയെയും 2 പെൺമക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. ബ്രിട്ടീഷ് പൗരത്വമുള്ള സിംബാബ്വെ വംശജനായ ഇയാൾ ജൂലൈ 4 ശനിയാഴ്ച ലണ്ടൻ ഹീത്രോ വിമാനത്താവളം വഴി ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിട്ടതായാണ് പോലീസ് നൽകുന്ന വിവരം. ഗ്രാറ്റ് ഡെൻഹാമിലെ ഒരു വസതിയിൽ നിന്നും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഔദ്യോഗിക തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയായിട്ടില്ലെങ്കിലും മരിച്ചവർ പ്രതിയുടെ ഭാര്യയായ നോദ ബോസാൻഡ്ലേഷുമ, മക്കളായ നദാലി, നല എന്നിവരാണ്. അന്വേഷണ സംഘം വ്യക്തമാക്കുന്നതാണ് ഇക്കാര്യം. ഇവരെ കുറച്ച് ദിവസങ്ങളായി പുറത്തു കാണാത്തതിനെ തുടർന്ന് പോലീസ് വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ദാരുണമായ സംഭവം പുറത്തറിയുന്നത്. പ്രതി നിലവിൽ സിംബാബ്വേയിലേക്ക് കടന്നതായാണ് പോലീസിന്റെ നിഗമനം. പ്രതിയെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനായി ദേശീയ അന്തർദേശീയ ഏജൻസികളുമായി ചേർന്ന് വിപുലമായ അന്വേഷണം പുരോഗമിക്കുന്നതെന്നും ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ലീ മാർട്ടിൻ വ്യക്തമാക്കി. ശനിയാഴ്ചയ്ക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടവർ 101 എന്ന നമ്പറിലോ മേജർ ഇൻസിഡന്റ് പബ്ലിക് പോർട്ടൽ വഴിയോ വിവരങ്ങൾ കൈമാറണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. UK സ്പെഷ്യൽ ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.